ഹായ് ഫ്രണ്ട്സ്, എയർ ബഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് സൺഡേ ആണ്, അപ്പോൾ ഞങ്ങൾക്ക് ലീവാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് വീട്ടിൽ കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അക്വേറിയൊക്കെ ഒന്ന് ലേശം മോശമൊക്കെ എടുക്കണം വെള്ളം. അപ്പോൾ മീനുകളൊക്കെ ഒന്ന് മാറ്റി വെള്ളം ഒന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ താഴെ വയലിൽ കൊണ്ടുപോയിട്ട് എൻ്റെ പോത്തുംകുട്ടീനെ ഒന്ന് കുളിപ്പിക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്നൊരു ചെറിയ മിനി വ്ളോഗാണ്. ചെറിയൊരു അക്വേറിയം സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു തെർമാക്കോളിൻ്റെ പീസാണ്. അപ്പോൾ ചെറിയ വെറുതെ ഒരു തെർമാക്കോളിൽ ഒരു അക്വേറിയം സെറ്റ് ചെയ്യാന്ന്, അതായത് ഫിഷിന് വെറുതെ ഓടി കളിക്കാൻ ഒരു ചെറിയ മോട്ടറൊക്കെ വെച്ച് വെള്ളം ചാടുന്ന രീതിയിൽ ഞങ്ങളപ്പോൾ സിമെൻറ്റ് തേച്ചിട്ടുണ്ട്. ഇനി വാട്ടർ പ്രൂഫ് ഒന്ന് ചെയ്യണം. വാട്ടർ പ്രൂഫ് ചെയ്തിട്ട് പിന്നെ ഒന്ന് പെയിൻ്റ് അടിക്കണം, സ്പ്രേ പെയിൻറ്റ് വാങ്ങി അടിക്കണം. ഇത് കണ്ടോ, വെള്ളമൊക്കെ മോശമായി. ഇത് ഞങ്ങൾ ചെറുപ്പത്തിൽ വാങ്ങിയതാണ്, ആമയാണ്. അപ്പോൾ വീട്ടിൽ വച്ച വെള്ളം നാശമുണ്ട്. അപ്പോൾ ഇതൊന്ന് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ ഞങ്ങൾ ചെറിയ കുട്ടികളാകുമ്പോൾ വാങ്ങിയതാണ്. ഇപ്പോൾ അത്യാവശ്യം വലുപ്പമായി, രണ്ടെണ്ണം ഉണ്ട്. ഇത് മെയിലാണോ ഫീമെയിലാണോ എന്നൊന്നും അറിയില്ല. പക്ഷേ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇതിൻ്റെ പേരും കൂടി ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇവരെ ഇനി മാറ്റിയിട്ട് നമുക്ക് ഈ വെള്ളം ഒന്ന് ക്ലീൻ ചെയ്ത് കുറച്ച് കല്ലൊക്കെ വെച്ച് ഒന്ന് സെറ്റാക്കാം. ഇതിൽ വെള്ളമൊന്നും അധികം വേണമെന്നില്ല ഇവർക്ക് കുറച്ച് വെള്ളം മതി. ഞാൻ പിന്നെ ഇതിൽ പെട്ടെന്ന് മീനും അങ്ങനത്തെ ഇറച്ചിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് കൊണ്ടാണ് പെട്ടെന്ന് വെള്ളം മോശമാവുന്നത്. ഇത് അത്യാവശ്യം നല്ല മീൻ കഴിക്കും. അതായത് മീനും ഇറച്ചിയൊക്കെ ഇട്ട് കൊടുത്താൽ അപ്പം തന്നെ നമ്മളെ കയ്യിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് പോകും. അത്യാവശ്യം നല്ല സൈസായിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ കുറച്ച് പായലൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ നമുക്കൊന്ന് ബ്രഷ് വെച്ച് ക്ലീൻ ചെയ്ത് കൊടുക്കാം. അങ്ങനെ വളർത്താൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു ഫോറസ്റ്റുകാർ. ഇപ്പം അങ്ങനെ വലിയ വിഷയങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ ഞങ്ങളുടെ അടുത്ത് കുറേ കാലത്തിന് മുന്നേ ഉണ്ട്. അപ്പോൾ ഒരു ചെറുതായിട്ട് കടിക്കാനൊക്കെ നോക്കൂട്ടോ, അവർ കടിക്കാനൊക്കെ നോക്കുന്നുണ്ട്. ചെറുപ്പത്തിലേ ഉള്ളതും കൊണ്ട് അങ്ങനെ വലിയ വിഷയങ്ങളൊന്നും നമുക്കിതുവരെ വന്നിട്ടില്ല. നമ്മൾ വേറെ ആരും അങ്ങനെ നോക്കലില്ല. ഞാൻ തന്നെയാണ് മെയിനായിട്ട് ഫുഡ് കൊടുക്കലും നോക്കുന്ന കാര്യങ്ങളൊക്കെ. ചെറിയ കുട്ടികൾക്കൊക്കെയാണ് ഇത് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്ക് ഈറ്റുള്ള വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് വെള്ളം ക്ലീൻ ആക്കുന്ന പരിപാടി നോക്കാം. ഇതിൽ കുറച്ച് വെള്ളം പറഞ്ഞു കൊടുക്കാം നമുക്ക്. അവർക്ക് വെള്ളം വേണമെന്നൊന്നുമില്ല. പിന്നെ ഞാൻ വെറുതെ ഓരോന്നെ ഒന്ന് ക്ലീൻ ചെയ്യാണ്ട്, ഈ പായലൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ക്ലീൻ ചെയ്യാണ്ട്. അപ്പോൾ നമുക്ക് ഈ വെള്ളം പറ്റും മോശം. അതായത് മീൻ കൊടുക്കുന്ന മീനും ഇറച്ചിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് കൊണ്ടാണ് പെട്ടെന്ന് പായൽ പിടിക്കുന്നത്. പിന്നെ അത്യാവശ്യം വെയിൽ കൊള്ളുന്ന സ്ഥലത്താണ്. അപ്പോൾ അതുകൊണ്ട് പായലിൻ്റെ ഇതിങ്ങനെ വരികയാണ്, ആൽഗ കയറുകയാണ് പെട്ടെന്ന്. ഇതിൽ കുറച്ച് ഞാൻ കല്ലും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിരുന്നു. ഐറ്റങ്ങൾക്ക് കുറച്ച് വെള്ളത്തിലല്ലാണ്ട് കയറി നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ടൈലിൻ്റെ കഷ്ണവും കുറച്ച് കല്ലും കാര്യങ്ങളൊക്കെ ഞാൻ വെച്ച് കൊടുത്ത്. ഈ വെള്ളം അത്യാവശ്യം മോശമായത് കൊണ്ട് ഇതിലെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ചെടിക്കൊക്കെ പാരാൻ ഉപകാരപ്പെടും. ചെടിക്കൊക്കെ പാർന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വളം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഞങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യൽ. ചെടികൾക്ക്, ഇവിടെയുള്ള ചെടികൾക്കൊക്കെ നമ്മൾ ഈ വെള്ളം പാർന്ന് ഇങ്ങനെ കൊടുക്കും. ഇതിൽ പാറ്റുന്ന ഈ കറ്റാർ വായയിലൊക്കെ ഞങ്ങൾ ഈ വെള്ളമാണ് പാർന്നു കൊടുക്കൽ. അപ്പോൾ നല്ല വളവും കാര്യങ്ങളും ഉള്ളത് കൊണ്ട്, പിന്നെ അത്യാവശ്യം വാർപ്പിൻ്റെ മേലെ കൊണ്ട് വെയിലും കാര്യങ്ങളും കിട്ടുന്നത് കൊണ്ടും അത്യാവശ്യം നല്ല വളർച്ച ഉണ്ടാവും.
ഇതെന്താ പറയുക, ഈ ആമകളെ നമ്മൾ ആദ്യം ചെറിയൊരു പോണ്ടിലാണ് ഇട്ടിരുന്നത്. അതാണ് പെട്ടെന്ന് സൈസ് ആയത് ഇവർ. പിന്നെയാണ് നമ്മൾ ഹാൻഡ് ഫീഡ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഈ അക്വറിയത്തിലേക്ക് മാറ്റിയത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഹാൻഡ് ഫീഡ് ചെയ്യാനൊക്കെ ആദ്യം ഈറ്റകളെ കാണൂലേനോ, ആദ്യം അങ്ങനെ പോണ്ടിലിട്ടത് കൊണ്ട് അങ്ങനെ കാണലില്ലേനോ. ഇപ്പോൾ ഞങ്ങൾ അക്വറിയത്തിലേക്ക് മാറ്റിയത് നമ്മൾ ഹാൻഡ് ഫീഡ് ചെയ്യാനും ഇങ്ങനെ കാണാനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ കുട്ടികളൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഐറ്റങ്ങളായിട്ട് കളിക്കലൊക്കെ ഉണ്ട്. മതി കട്ട് ചെയ്ത് എടുക്കുള്ളൂ. അപ്പോൾ ഇനി നമുക്കിത് കഴുകേണ്ട പണി നോക്കാം. അപ്പോൾ ഈ അക്വറിയത്തിൻ്റെ സൈഡിൽ കുറച്ച് പായലും കാര്യം ആൽഗ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയൊരു തുണി എടുത്തിട്ടുണ്ട്, ഒന്ന് നനച്ച് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുത്താൽ മതി. വെള്ളം ആക്കിയാൽ തന്നെ ക്ലിയർ ആവും, പക്ഷേ ആൽഗ പെട്ടെന്ന് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം നിറച്ചിട്ട് അവരെ മാറ്റുന്ന പരിപാടിയാണ്. കറക്റ്റ് ആ പ്ലേസിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇവർക്ക് അവിടെ അത്യാവശ്യം വെയിലും കിട്ടുന്നുണ്ട്, തണലും ഉണ്ട്, അപ്പം അധികം ചൂടുണ്ടാവില്ല. ഇനി നമുക്ക് അതിലിടുന്ന കുറച്ച് കല്ലും കാര്യങ്ങളൊക്കെ കഴുകിയെടുക്കാം. ഇതെടുക്കണ്ട, കിടക്കട്ടെ ഒരു വൈകി. അപ്പോൾ ജസ്റ്റ് അവർക്ക് കയറി നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ടൈലിൻ്റെ പീസും കുറച്ച് കല്ലും കാര്യങ്ങളൊക്കെ വെച്ച് ഇവരെ മേത്ത് ഇങ്ങനെ ആൽഗ കയറുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ചെറിയൊരു പഴയ ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുത്താൽ ഏകദേശം ക്ലീൻ ആയിട്ടുണ്ട്. ഇവർ ഇങ്ങനെയാണ്, നോർമലി ഒരു ബ്ലാക്ക് കയറിയ ഒരു കളറാണ്. അപ്പോൾ ഏകദേശം ക്ലീൻ ആയിട്ടുണ്ട്. വലിയ വിഷയമൊന്നുമില്ല, ഞാൻ പക്ഷേ ജസ്റ്റ് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ്.
ഇതവരെ പുറന്തോടായത് കൊണ്ട് ഇവർ കയ്യിൽ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും വരില്ല. പിന്നെ ഇതാ ഇവർ കൈ നല്ല നഖമുണ്ടാവും കേട്ടോ. ഇവർ ഞാൻ ഇടയ്ക്ക് ഒന്ന് വെട്ടി കൊടുക്കലുണ്ട്. അതായത് ഇങ്ങനെ പിടിക്കുമ്പോൾ കൈമേൽ തട്ടാതെ വെക്കാൻ വേണ്ടിയിട്ട്. ഇതാ ഇവർക്ക് ചെറിയ വാലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ എടുക്കുമ്പോൾ എല്ലാം ഉള്ളിലേക്കാക്കിയിട്ട് അവരെ ഒന്ന് തൊടാത്ത രീതിയിലാണ് വെക്കുക. ഇതെനിക്ക് ആണും പെണ്ണും ഒന്നും മെയിലും ഫീമെയിലും എനിക്ക് തിരിച്ചറിയാൻ അറിയില്ല. അപ്പം ആർക്കെങ്കിലും വീഡിയോ കാണുന്ന ആർക്കെങ്കിലും മെയിലോ ഫീമെയിലോ തിരിച്ചറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ലവ്ബേർഡാണ് ഒരു പേര്. ഒരു കുട്ടികളാണ്, ബ്രീഡാവാനൊന്നും ആയിട്ടില്ല. ഭയങ്കര പേടിയാണ് അവർക്ക്, എന്താ അറിയില്ല, പേടി മാറുന്നില്ല. അപ്പോൾ ആ വെള്ളമൊക്കെ നന്നായി കഴിഞ്ഞ് ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു സംഭവം കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളിൽ ഒരാളുണ്ട്. ഞാൻ ഈ ചെറുപ്പത്തിൽ വാങ്ങിയതാണ്. ചെറിയ കുട്ടിയാകുമ്പോൾ ഒരു 7 രൂപ ആ റേഞ്ചിൽ വില വരുമ്പോൾ ഞാൻ ഫാമിൽ നിന്ന് ഇവിടെ ഒരു അക്വറി ഷോപ്പിൽ നിന്ന് ഞാൻ വാങ്ങിയ ചെറിയ കുട്ടിയായിരുന്നു. അവനെ ഞാൻ വാങ്ങി കൊണ്ടുവന്ന് 2 ആളെ വാങ്ങിയിരുന്നു. അതിലൊരാൾ ചത്തുപോയതാണോ എന്താണോ അറിയില്ല, അവർ കണ്ടിട്ടില്ല. ഇനി പൊന്മാൻ പിടിച്ചതാണോ എന്നറിയില്ല. അപ്പോൾ ഒരാൾ മാത്രം അടിപൊളിയായിട്ടിട്ട് ഹാൻഡ് ഫീഡൊക്കെ ചെയ്ത് നല്ല അത്യാവശ്യം കുറച്ച് ഹെവി സൈസായിട്ടിട്ട് നമുക്ക് ഇനി അവൻ്റെ വെള്ളം കൂടി ഒന്ന് മാറ്റാണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് നമുക്ക് മാറ്റി വെക്കാം. ഇതാണ് ആള്. എന്നെ കാണുന്നുണ്ടോയെന്ന് അറിയില്ല, അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. അപ്പോൾ ഈ വെള്ളം ക്ലീൻ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അന്ന് നമുക്ക് ക്ലീൻ ചെയ്യാം. ചെക്കൻ ഭയങ്കര, അതായത് പിടിക്കാൻ സമ്മതിക്കുന്നില്ല. അവന് അങ്ങനെ പിടിക്കുന്ന ഇഷ്ടമല്ല. പക്ഷെ ഹാൻഡ് ഫീഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വാങ്ങും, പക്ഷെ പിടിക്കാൻ സമ്മതിക്കില്ല. വെള്ളം നാശം കൊണ്ട് മാറ്റണമെങ്കിൽ നമുക്ക് ഈ ബക്കറ്റിലേക്ക് മാറ്റണം. അപ്പോൾ അവനെ പിടിക്കാൻ ഒരു രക്ഷയില്ല. ജസ്റ്റ് അവന് കൈമ കയറി പോവാണ്. പിന്നെ പെട്ടെന്ന് സാധാ മീനിനെ പിടിക്കുന്നാലും പെട്ടെന്ന് കയറി പിടിക്കാൻ പറ്റില്ല. അതിനൊരു മുള്ളുള്ളത് കൊണ്ട് അത് കൈമ തട്ടിയാൽ ഒരു കടച്ചില്ല. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പെട്ടെന്ന് ചാടി കയറി പിടിക്കാതെ. ചെക്കനൊരു വിധത്തിൽ സമ്മതിക്കില്ല, വെള്ളം തെറിപ്പിക്കുകയാണ്.
ഇവൻ ചെറുതാവുമ്പോ ഞാൻ എടുത്തതാ, ചെറിയ ഇതാവുമ്പോ ഇപ്പൊ അത്യാവശ്യം നല്ല സൈസായി നോം വിട്ടുപോയി. കുത്തൂരത് ഇല്ലല്ലോ? ഇല്ല, കുത്തൊന്നുമില്ല. അങ്ങനെ നമ്മളിതുവരെ കുത്തിയിട്ടില്ല. ഇങ്ങനെ പറയുന്നതൊക്കെ അതിൻ്റെ മുള്ള് തട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ്. ഞാൻ പിടിച്ചു കഴിഞ്ഞിട്ട് ശരിക്കും അതിൻ്റെ മുള്ളും കാര്യങ്ങളും കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കേട്ടോ ആള്. അപ്പോൾ ഇതാണ് മുള്ള് വരുന്നത്. ഈ മുള്ള് തട്ടിയാലാണ് നമുക്ക് പെട്ടെന്ന് കയ്യിൽ ഇഞ്ചുറി ആവുക. അങ്ങനെ ഇതുവരെ നമുക്ക് അങ്ങനത്തെ വിഷയങ്ങളും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇതിൽ വെള്ളം വേണ്ടേ? മതി. ആളെ ശരിക്കും സൈസ് കാണിച്ചുതരാം കേട്ടോ. ഇതാണ് ആളെ സൈസ്. കൈമേൽ പിടിക്കുമ്പോൾ അതിന് കറക്റ്റ് സൈസ് മനസ്സിലാവും. വെള്ളത്തിൽ കിടക്കുമ്പോൾ അതിന് കറക്റ്റ് സൈസ് മനസ്സിലാവില്ല. ഇതാണ് ആള്. എന്നെ ഇതുവരെ അങ്ങനെ കുത്തിയിട്ട് കാര്യങ്ങളൊന്നുമില്ല. അവന് വെള്ളമില്ലാതെയും കുഴപ്പമൊന്നുമില്ല. വെള്ളമില്ലാതെയും നല്ല മിനുസാണ് ഇവരെ തൊടാൻ. അതായത് ഒരു സോഫ്റ്റ് സ്കിന്നാണ് ഇവർക്ക്. പിന്നെ ചിളക്കും കാര്യങ്ങളും ഇല്ലാത്തത്, അതായത് ഫിന്നില്ല ഇവർക്ക്. ഇതാണ് ആള്. നമുക്ക് വേണ്ട അധികം ബുദ്ധിമുട്ടിക്കുന്നില്ല. നമുക്ക് വെള്ളം മാറ്റി കൊടുക്കാം. ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം പാർന്നിട്ട് ഇതാണ് ആള്. അപ്പോൾ എനിക്കിപ്പോൾ ഈ വെള്ളം മതി. ഇനി നമുക്ക് വെള്ളം മാറ്റിയിട്ട് അത്യാവശ്യം വെള്ളമാക്കി കൊടുക്കാം. അവനെ ഒറ്റക്കാണ് ഞാൻ വളർത്തൽ കേട്ടോ. ഇത് മെയിലാണ്. എനിക്ക് ഇതിനൊരു ഫീമെയിലിനെയും കൂടി എടുക്കണമെന്നുണ്ട്. അപ്പോൾ ഏകദേശം ഈ ഒരു സൈസിലുള്ള എനിക്ക് ഫീമെയിലിനെ കിട്ടണമെന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും കയ്യിലുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ബോക്സിലൊന്ന് DM ചെയ്യണം. അപ്പോൾ ഈ ടാങ്ക് കഴുകി കഴിഞ്ഞിട്ടുണ്ട്. ആദ്യം വലിയൊരു ടാങ്കിലാണ് നമ്മൾ ഇട്ടിരുന്നത്. അതായത് നമ്മളെ വാട്ടർ ടാങ്കിലായിരുന്നു ഇട്ടിരുന്നത്. അപ്പോൾ അതിന് ചെറിയ ലീക്ക് വന്നപ്പോൾ പെട്ടെന്ന് ഞാൻ ഇതിലേക്ക് മാറ്റിയതാണ്. ഇനിയിപ്പം താഴെ പോണ്ടൊക്കെ അടിക്കണമെന്നുണ്ട്. പോണ്ട് സെറ്റ് ചെയ്യണമെന്നുണ്ട്. പോണ്ട് സെറ്റ് ചെയ്തിട്ട് അതിലേക്ക് മാറ്റാം. പക്ഷേ പോണ്ട് സെറ്റ് ചെയ്യുമ്പോൾ ഇതിൽ ചാടി പോകുന്ന ഒരു വിഷയമുണ്ട്. അപ്പോൾ നോക്കിയിട്ട് ഇനി അടുത്ത വെള്ളം നിറച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഓണയിലേക്ക് മാറ്റാം. ആള് ഹാപ്പിയായി. പുതിയ വെള്ളം കിട്ടി. ഞാനിവന് ചെമ്മീനും മത്തി അങ്ങനത്തെ നെത്തല് കാര്യങ്ങൾ അതൊക്കെയാണ് ഞാൻ കൊടുക്കുന്നത് ഫാൻസിയായിട്ട്. പിന്നെ ലൈഫ് ഫുഡും കൊടുക്കലുണ്ട്. അപ്പോൾ ഏകദേശം മേലത്തെ പണിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ടൈമായി. അപ്പോൾ 5 മണി ആവാനായി. അപ്പോൾ നമുക്ക് ഇനി താഴെ വയലിൽ പോത്തുംകുട്ടി ഉണ്ട്. അപ്പോൾ അവൻ്റെ അടുത്ത് പോയിട്ട് അവനൊന്ന് അവിടെ ഒരു തോടുണ്ട്, അവിടെ നിന്ന് കുളിപ്പിച്ചിട്ട് നമുക്കിനി അവനെയും കൊണ്ട് കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് പോത്തിന് വയലിലേക്ക് പോവാം. അപ്പോൾ വൈകുന്നേരമായി. അപ്പോൾ ഉപ്പ നടക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങൾ താഴോട്ടാണ്. അപ്പോൾ ഉപ്പ ഇങ്ങനെ നടക്കാൻ ഇറങ്ങി. നമുക്ക് വയലിലേക്ക് പോകാം. ഇതാണ് നമ്മളെ താഴെ വയൽ വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ റിസോർട്ടും കാര്യങ്ങളും ഉണ്ട്.
അപ്പോൾ ഇതിൽ ഇനിയിപ്പോൾ വഴിയൊക്കെ വെട്ടിയിട്ടുണ്ട്, പുതിയ റോഡും കാര്യങ്ങളൊക്കെ വരികയാണ്. ാണ് നമുക്ക് ഓനെ കുളിപ്പിക്കേണ്ടത്. ഓനത് അവിടെ നിന്ന് എന്നെ കണ്ടിട്ട് കരയുന്നുണ്ട്. നമുക്ക് അവൻ്റെ അടുത്തേക്ക് പോയോ. ഓൻ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട് കഴുത്തും കൊണ്ട് മാടി വിളിക്കുന്നുണ്ട്. അവന് വയറൊക്കെ നിറഞ്ഞ അവിടെ ഇരിക്കുന്നുണ്ട്. പോയി അയച്ചിട്ട് വരാം. ഇവനാണ് എൻ്റെ പോത്തുകൂട്ടൻ. എൻ്റെ പേര് മോനൂസ് എന്നാണ്. ഞങ്ങൾ മോനൂസ് എന്ന് വിളിക്കൽ. വിളിയൊക്കെ കേൾക്കും. ബാ അപ്പോൾ അവൻ കുളിപ്പിക്കാനൊന്നും സമ്മതിക്കില്ല. കുളിപ്പിക്കാനൊക്കെ ഭയങ്കര മടിയാണ്. അപ്പം ജസ്റ്റ് ഒന്ന് ഇവിടെ കെട്ടിയിട്ടുണ്ട്. നമുക്ക് അതിലിറക്കിയിട്ട് നമുക്ക് അവനെ കുളിപ്പിക്കാം. അങ്ങനെ കുറച്ച് നേരത്തെ കഷ്ടപ്പാടും കൊണ്ട് അവന് കുളിപ്പിച്ച് കുട്ടപ്പനാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോവാണ്, നേരമായി. അപ്പോൾ ഏകദേശം കുളിപ്പിച്ചിട്ടുണ്ട്. മേലിൽ ചളിയും കാര്യങ്ങളൊന്നുമില്ല. അവിടെ ചളിയിൽ കിടന്നു കൊണ്ടിട്ട് കുറച്ച് ചളിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പോയിട്ടുണ്ട്. ഇനി നേരെ വീട്ടിലേക്ക്.